ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് അപ്രോച്ചാണ് സെക്യൂർ മൈം എന്ന് പറയുന്നത്. അപ്പോൾ മൈമിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ ഈ സെക്യൂർ മൈം ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ മൈം എൻറ്റിറ്റിയുടെ കൂടെ അപ്പോൾ മൈമിൽ ശരിക്കും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് കുറേ കണ്ടൻറ് ടൈപ്സും കുറേ ട്രാൻസ്ഫർ എൻകോഡിങ്സും എല്ലാം മൈമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി എൻഹാൻസ്മെൻ്റ് ആയിട്ട് നെക്സ്റ്റ് സെക്യൂരിറ്റിക്കുള്ള കമ്പോണൻസ് കൂടി ആഡ് ചെയ്തിട്ടാണ് സെക്യൂർ മൈം ഡെവലപ്ഡ് ആയത്. അപ്പോൾ സെക്യൂരിറ്റിക്കുള്ള കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നമ്മൾ സിഗ്നേച്ചർ അല്ലെ ഓതൻറ്റിക്കേഷൻ വേണ്ടിയുള്ള പ്രോസസ്സ്, അതുപോലെ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കമ്പോണൻസാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിഗ്നേച്ചറും എൻക്രിപ്ഷനുമാണ് മെയിനായിട്ട് സെക്യൂർ മൈമിൽ മൈമിനൊരു എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. സോ സെക്യൂർ മൈമിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 4ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാം. ഫസ്റ്റ് വൺ ഈസ് എൻവലപ്പ് ഡേറ്റ. അപ്പോൾ ഈ എൻവലപ്പ് എന്ന ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നത് എൻക്രിപ്ഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ അയക്കുന്ന ഡേറ്റ എന്താണോ ആ ഡേറ്റയിൽ അല്ലെങ്കിൽ കണ്ടൻറ്റിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് ആ എൻക്രിപ്റ്റഡ് ഡേറ്റയും ആ എൻക്രിപ്ഷനോട് യൂസ് ചെയ്ത കീസിനെയും കൂടി കമ്പൈൻഡ് ആയിട്ട് നമ്മൾ എൻവലപ്പ് ഡേറ്റ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ ഇപ്പോൾ എൻവലപ്ഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻക്രിപ്ഷൻ ഡീക്രിപ്ഷനാണ് അതിനുള്ളിൽ വരുന്നത്. ഇനി സെക്കൻഡ് ഈസ് സൈൻ ഡേറ്റ. അപ്പോൾ സൈൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെയിലിൻ്റെ അല്ലെങ്കിൽ മെസ്സേജിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യണം. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യണം? ഹാഷ് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റ് ജനറേറ്റ് ചെയ്യുക. നമ്മൾ മെസ്സേജിൻ്റെ അല്ലെങ്കിൽ മെയിലിൻ്റെ നമ്മൾ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് ഏതാണോ ആ മെയിലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈജസ്റ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക യൂസിങ് SHA-1. അപ്പോൾ ഈ ഡൈജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ എൻക്രിപ്ഷൻ സൈൻ ചെയ്യുമ്പോൾ നോർമലി ആരുടെ കീ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? സെൻഡറിൻ്റെ അല്ലെങ്കിൽ സൈനറിൻ്റെ അയക്കുന്ന ആളാരാണോ ആളുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് വേണം ആ ഡൈജസ്റ്റ് വാല്യൂവിനെ സൈൻ ചെയ്യാൻ. അപ്പോൾ a digital signature is formed by taking the message digest of the content to be signed and then encrypting that with the private key of the signer. അപ്പോൾ അയക്കുന്ന ആളാരാണോ ആളുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഈ മെസ്സേജിൻ്റെ ഹാഷ് ഫോം ചെയ്തിട്ട് ആ ഹാഷിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മളുടെ ഈ എൻക്രിപ്റ്റഡ് കണ്ടൻറ്റും നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറും ദാറ്റ് ഈസ് കണ്ടൻറ്റ് പ്ലസ് സിഗ്നേച്ചറിനെ കമ്പൈൻഡ് ആയിട്ട് നമ്മളതിന് എൻകോഡ് ചെയ്യുന്നു യൂസിങ് base64 എൻകോഡിങ്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടൻറ്റ് എൻക്രിപ്റ്റ് ചെയ്തതാണ്, അതിൻ്റെ കൂടെ സിഗ്നേച്ചറും ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആക്കി നമ്മൾ base64 എൻകോഡിങ് ഉപയോഗിച്ച് ASCII ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മെസ്സേജിനെ റിസീവറിന് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീപ്പിയനിൽ ശരിക്കും ഈ സെക്യൂർ മൈം കേപ്പബിലിറ്റി എനേബിൾഡ് ആയിരുന്നെങ്കിൽ മാത്രമേ ആൾക്കതിന് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് ഈ ക്ലിയർ സൈൻ ഡേറ്റ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെയും സിഗ്നേച്ചർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടൻറ്റിന് ആദ്യം നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു യൂസിങ് SHA-1, എന്നിട്ട് ആ ഹാഷിനെ എൻക്രിപ്റ്റ് ചെയ്തു സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച്, എന്നിട്ട് സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടൻറ്റ് പ്ലസ് സിഗ്നേച്ചർ ആയിരുന്നു base64 ഉപയോഗിച്ച് എൻകോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തത്. ഇനി സെക്കൻഡ് കേസിലാണെങ്കിൽ നമ്മളിത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് എൻകോഡ് ചെയ്യുന്നില്ല. പകരം ഈ കേസിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ മാത്രമേ എൻകോഡ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ കണ്ടൻറ്റ് എൻക്രിപ്റ്റഡ് ആണ്, പക്ഷേ അതിന് നമ്മൾ base64ലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കണ്ടൻറ്റ് എൻക്രിപ്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും, പക്ഷേ ഈ സിഗ്നേച്ചറിനെ മാത്രം നമ്മൾ base64ലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഓൺലി ദ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് എൻകോഡഡ് യൂസിങ് base64. അപ്പോൾ റിസീപ്പിയൻസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ സെക്യൂർ മൈം കേപ്പബിലിറ്റി ഉള്ള റിസീപ്പിയൻ്റ് ആണെങ്കിൽ ആൾക്ക് എന്ത് വെരിഫൈ ചെയ്യാൻ പറ്റും? ഈ ക്യാൻ വ്യൂ ദ മെസ്സേജ് കണ്ടൻറ്റ് ഓൾദോ ദേ കനോട്ട് വെരിഫൈ ദ സിഗ്നേച്ചർ. അപ്പോൾ ഈ സെക്യൂർ മൈം കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ആൾക്ക് എടുക്കാൻ പറ്റും. ഇനി ആ ഒരു കേപ്പബിലിറ്റി ആൾക്ക് ഇല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് ഈ കണ്ടൻറ്റ് മാത്രമേ ആൾക്ക് വായിക്കാൻ പറ്റുള്ളൂ, ഈ സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സിഗ്നേച്ചർ നമ്മൾ base64 ഉപയോഗിച്ച് എൻകോഡ് ചെയ്തിട്ടാണ് അയച്ചേക്കുന്നത്. അപ്പോൾ സെക്യൂർ മൈം കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ആൾക്ക് അതിനെ വ്യൂ ചെയ്യാം. ഇനി ആ ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത റിസീവർ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് കണ്ടൻറ്റ് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈൻ ഡേറ്റ അല്ലെങ്കിൽ ക്ലിയർ സൈൻ ഡേറ്റ രണ്ടിലും ചെയ്യുന്നത് നമ്മൾ മെസ്സേജിനെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്നു യൂസിങ് SHA-1, എന്നിട്ട് നമ്മൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ, ഇത് സിഗ്നേച്ചർ ഫോം ചെയ്യുന്നു. അപ്പോൾ അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യുക. എന്നിട്ട് കണ്ടൻറ്റും സിഗ്നേച്ചറും കമ്പൈൻഡ് ആയിട്ട് base64 എൻകോഡിങ് ഉപയോഗിച്ച് അയക്കുന്നതിനാണ് സൈൻ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി കണ്ടൻറ്റ് ഉപയോഗിക്കാതെ സിഗ്നേച്ചർ മാത്രം base64 എൻകോഡ് ചെയ്ത് അയക്കുന്നതിനാണ് ക്ലിയർ സൈൻ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ സൈൻഡ് ആൻഡ് എൻവലപ്ഡ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടും അതിനുള്ളിൽ വരും. സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സും വരും, എൻക്രിപ്ഷനും വരും. അപ്പോൾ സൈൻഡ് ഉള്ളി അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് ഉള്ളി ആയിട്ടുള്ള കമ്പോണൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ നെസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ആദ്യം എൻക്രിപ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ സൈൻ ചെയ്യുക എന്നിട്ട് അതിനെ എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് പോസിബിളാണ്. അപ്പോൾ സൈനിങ് ആൻഡ് എൻവലപ്പിംഗ് നമുക്ക് നെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ സെക്യൂർ മൈമിൽ മെയിനായിട്ട് 4 ഫംഗ്ഷനാലിറ്റീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എൻവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ, ദെൻ സൈനിങ് ആൻഡ് ക്ലിയർ സൈനിങ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് ശരിക്കും നമ്മൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുക എൻകോഡിങ്ങിൻ്റെ കേസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി സെയിം ആണ്. ബേസിക്കലി പർപ്പസ് എന്ന് വെച്ചാൽ മെസ്സേജിനെ സൈൻ ചെയ്യുക. ഇനി ലാസ്റ്റ് വൺ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് സൈനിങ് ആൻഡ് എൻവലപ്പിംഗ്.
ഇനി നെക്സ്റ്റ് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് യൂസ്ഡ് ഇൻ സെക്യൂർ മെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മൾ പല ഫംഗ്ഷൻസ് ഇത് ലെഫ്റ്റ് സൈഡിൽ ഡിഫൈൻഡ് ആണ്. ഓരോ ഫംഗ്ഷനും നമുക്ക് എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് 2 വേർഡ്സ് കീവേഡ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, മസ്റ്റ് ആൻഡ് ഷുഡ്. അപ്പോൾ ഈ മസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ആ റിക്വയർമെൻറ്റ് ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഈ ഷുഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ഓപ്ഷണൽ. നമ്മുടെ സിനേറിയോ അനുസരിച്ച് വേണമെങ്കിൽ അതിനെ ഓപ്ഷണൽ ആക്കാം, എന്ന് വെച്ചാൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സിനാണ് ഈ ബോക്സിൽ ഡിഫൈൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത് ക്രിയേറ്റ് എ മെസ്സേജ് ഡൈജസ്റ്റ് ടു ബി യൂസ്ഡ് ഇൻ ഫോമിങ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞു സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ഫോം ചെയ്യണം, ഡൈജസ്റ്റ് ഫോം ചെയ്യണം. അപ്പോൾ ഡൈജസ്റ്റ് ഫോം ചെയ്യാന്നുള്ള ഫംഗ്ഷനാണ് ഫസ്റ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡൈജസ്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള അൽഗോരിതം സപ്പോർട്ട് ചെയ്യണമല്ലോ. നമ്മളിവിടെ SHA-1 അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. സോ മസ്റ്റ് സപ്പോർട്ട് SHA-1. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ഈ ഒരു റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നെക്സ്റ്റ് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റിക്ക് വേണ്ടി MD5നെയും കൂടിയും റിസീവറിന് സപ്പോർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് റിസീവർ ഷുഡ് സപ്പോർട്ട് MD5 ഫോർ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി. ഈ MD5 എന്ന് പറയുന്നത് SHA-1ൻ്റെ ഒരു പ്രീവിയസ് വേർഷനായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റിക്ക് വേണ്ടി MD5നെയും റിസീവർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷണൽ ഫീച്ചറാണ്. ഇനി സെക്കൻഡ് നമ്മളിപ്പോൾ ഡൈജസ്റ്റ് ഫോം ചെയ്യുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡൈജസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ ഡൈജസ്റ്റിനെ നമ്മൾ സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് സിഗ്നേച്ചർ ഫോം ചെയ്യുക. ദാറ്റ് ഈസ് എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ് ടു ഫോം എ ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യണമെങ്കിൽ അത് ആ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ എല്ലാവരും അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഏജൻറ്റ്സ് മസ്റ്റ് സപ്പോർട്ട് DSS എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് അപ്രോച്ചിനെ രണ്ടുപേരും സെൻഡിങ് ഏജൻസും റിസീവിങ് ഏജൻസും സപ്പോർട്ട് ചെയ്യണം. ഇനി അതിൻ്റെ കേസിൽ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ സിഗ്നേച്ചർ നമുക്ക് DSS ഉപയോഗിക്കാം, RSAയും ഉപയോഗിക്കാം. അപ്പോൾ RSA ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഈ ഷുഡ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഓപ്ഷണലാണ്, എയ്തർ DSS അല്ലെങ്കിൽ RSA. സോ സെൻഡിങ് ഏജൻറ്റ് ഷുഡ് സപ്പോർട്ട് RSA എൻക്രിപ്ഷൻ. ഈ RSA ഉപയോഗിച്ചാണ് നമ്മൾ സൈൻ ചെയ്യുന്നതെങ്കിൽ സെൻഡറിലും റിസീവറിലും എന്ത് സപ്പോർട്ട് ചെയ്യണം, RSA എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ RSA ഉപയോഗിച്ച് നമ്മൾ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ റിസീവിങ് ഏജൻസിന് എന്ത് ചെയ്യാൻ വരണം, RSA ഉപയോഗിച്ച് തന്നെ അതിനെ വെരിഫൈ ചെയ്യാൻ വരണം. ദാറ്റ് ഈസ് റിസീവിങ് ഏജൻറ്റ് ഷുഡ് സപ്പോർട്ട് വെരിഫിക്കേഷൻ ഓഫ് RSA സിഗ്നേച്ചർ വിത്ത് കീ സൈസ് 512 to 1024 bits. അപ്പോൾ ഡൈജസ്റ്റ് ഫോം ചെയ്തു, ഡൈജസ്റ്റിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് സിഗ്നേച്ചർ ഫോം ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത്രയും ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മെസ്സേജിനെ കോൺഫിഡൻഷ്യൽ ആക്കണമെങ്കിൽ നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെഷൻ കീ ഉപയോഗിക്കണം. അപ്പോൾ ഈ സെഷൻ കീ പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എൻക്രിപ്ഷൻ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് എൻക്രിപ്റ്റ് ദ സെഷൻ കീ ഫോർ ട്രാൻസ്മിഷൻ വിത്ത് മെസ്സേജ്. നമ്മൾ മെസ്സേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സിമെട്രിക് എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. ആ സിമെട്രിക് എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് ഈ സെഷൻ കീ നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെ റിസീവറിന് കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പോർഷൻ, എൻക്രിപ്റ്റ് ദ സെഷൻ കീ ഫോർ ട്രാൻസ്മിഷൻ വിത്ത് മെസ്സേജ്. ഇനി സെഷൻ കീ എൻക്രിപ്ഷന് വേണ്ടി നമുക്ക് 2 മെത്തേഡ് ഉപയോഗിക്കാം. ഒന്നുകിൽ RSA ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിഫി-ഹെൽമാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മസ്റ്റായിട്ട് പറഞ്ഞേക്കുന്നത് RSA സപ്പോർട്ടാണ്. ദാറ്റ് ഈസ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഏജൻറ്റ്സ് മസ്റ്റ് സപ്പോർട്ട് RSA എൻക്രിപ്ഷൻ വിത്ത് കീ സൈസ്. അപ്പോൾ RSA ഉപയോഗിച്ച് ഈ സെഷൻ കീനെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ ഈ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യുന്നത് റിസീവറിൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ചാണ്. അതായത് RSA അപ്രോച്ച് തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. അപ്പോൾ റിസീവർ B ആണെങ്കിൽ Bയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് ഇവിടുന്ന് സെഷൻ കീ വിടുന്നു. ഈ റിസീവർ സൈഡിലെത്തുമ്പോൾ ആൾക്ക് കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീ ആളുടെ കയ്യിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ആൾക്കാരെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിനൊരു അഡീഷണൽ ഓപ്ഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നതാണ് RSA ഉപയോഗിക്കുന്നില്ല എങ്കിൽ പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡിഫി-ഹെൽമാൻ ഉപയോഗിക്കാം. സോ സെൻഡിങ് ആൻഡ് റിസീവിങ് ഏജൻറ്റ്സ് ഷുഡ് സപ്പോർട്ട് ഡിഫി-ഹെൽമാൻ. അപ്പോൾ ഇവിടെ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യുന്ന പോർഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി സെഷൻ കീ നമുക്ക് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്, നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് നെക്സ്റ്റ്. ദാറ്റ് ഈസ് എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഫോർ ട്രാൻസ്മിഷൻ വിത്ത് എ 1-time സെഷൻ കീ. അപ്പോൾ ഈ എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതം രണ്ടിടത്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് DDS അൽഗോരിതമാണ്. അതുകൊണ്ട് സെൻഡിങ് ആൻഡ് റിസീവിങ് ഏജൻറ്റ്സ് മസ്റ്റ് സപ്പോർട്ട് എൻക്രിപ്ഷൻ വിത്ത് DDS. ഇനി അതിന് തന്നെ 2 ഓൾട്ടർനേറ്റീവ് അൽഗോരിതംസ് ഓപ്ഷൻസ് പോസിബിളാണ്. ഒന്നുകിൽ AES യൂസ് ചെയ്യാം, അല്ലെങ്കിൽ RC2 or 40 യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് സെൻഡിങ് ഏജൻറ്റ്സ് രണ്ടും ഷുഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. എയ്തർ ദേ ക്യാൻ യൂസ് AES or RC2. യൂഷ്വലി ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് DDS ആണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫംഗ്ഷൻ ഈസ് ക്രിയേറ്റിംഗ് എ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ്. അപ്പോൾ മെസ്സേജിൻ്റെ ഓതൻറ്റിസിറ്റിക്ക് വേണ്ടി മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് HMAC ആണ്. നമ്മളുടെ ഡൈജസ്റ്റിൻ്റെ കൂടെ SHA-1 അൽഗോരിതത്തിൻ്റെ കൂടെ HMAC കൂടി യൂസ് ചെയ്യുക. HMAC എന്ന് പറഞ്ഞാൽ ഹാഷ്ഡ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡാണ്. അപ്പോൾ റിസീവിങ് ഏജൻസിൽ ഇത് സപ്പോർട്ട് ചെയ്യണം, സെൻഡിങ് ഏജൻസി ഓപ്ഷണലി ഇറ്റ് ഷുഡ് സപ്പോർട്ട്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് യൂസ്ഡ് ഇൻ സെക്യൂർ മെയിൻ. ഇപ്പോൾ സെക്യൂർ മെയിൻ്റെ ഫംഗ്ഷനാലിറ്റി പറഞ്ഞു, അതിലുപയോഗിക്കുന്ന ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡൈജസ്റ്റിന് വേണ്ടി നമ്മൾ SHA-1 ഉപയോഗിക്കും. പിന്നെ ഡൈജസ്റ്റ് എൻക്രിപ്റ്റ് ചെയ്ത് സിഗ്നേച്ചർ ഫോം ചെയ്യാൻ വേണ്ടി യൂഷ്വലി DSS അല്ലെങ്കിൽ RSA ഉപയോഗിക്കുന്നു. ഇനി സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യാൻ നമ്മൾ RSA ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഡിഫി-ഹെൽമാൻ.
ഇനി മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി DSS, AES ഓർ RC2 ഓർ 40 അൽഗോരിതംസാണ് യൂസ് ചെയ്യുക. ഇനി ഒരു മൈം എൻറ്റിറ്റി നമുക്ക് എങ്ങനെ സെക്യൂർ ആക്കാം? അപ്പോൾ മൈമിൻ്റെ കൂടെ സെക്യൂരിറ്റിയും കൂടെ കൂടി വരുമ്പോഴത്തേക്കും എന്തെല്ലാം പ്രോസസ്സുകൾ അതിൽ ഇൻവോൾവ് ആവണം. അപ്പോൾ ഒരു മൈം എൻറ്റിറ്റിയെ നമുക്ക് സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കമ്പോണൻസാണ് അതിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ രണ്ടും. അപ്പോൾ ഈ മൈം എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എൻറ്റയർ മെയിൽ മെസ്സേജ് ആവാം, ഇനി അല്ല മൾട്ടി പാർട്ട് മെസ്സേജ് ആണെങ്കിൽ ഒരു മെസ്സേജിൽ തന്നെ എന്തുണ്ടാവും, പല സബ് പാർട്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും ഒരു മൈം എൻറ്റിറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മൈം എൻറ്റിറ്റി പ്ലസ് നമ്മൾ ഈ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നേച്ചറിനോ അല്ലെങ്കിൽ എൻക്രിപ്ഷനോ വേണ്ടിയുള്ള അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയേഴ്സ്, സർട്ടിഫിക്കറ്റ്സ്, ഇതിനെല്ലാം നമ്മൾ ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഈ സെക്യൂർ മൈം പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റിന് പറയുന്നത് നമ്മൾ PKCS ഒബ്ജക്റ്റ് എന്നാണ്. ദാറ്റ് ഈസ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിക് സ്റ്റാൻഡേർഡ്സ് ഒബ്ജക്റ്റ്. അപ്പോൾ മൈം എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എൻറ്റയർ മെയിൽ മെസ്സേജ് ആവാം, ഇനി മൾട്ടി പാർട്ട് ആണെങ്കിൽ ആ പാർട്സ് ഇല്ലാതെയാണ് കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈം എൻറ്റിറ്റിയും ഇനി അതിൻ്റെ കൂടെ നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തെല്ലാം ആഡ് ചെയ്യുന്നുണ്ടോ, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ, ഇപ്പോൾ ഈ സിഗ്നേച്ചറിന് വേണ്ടിയും എൻക്രിപ്ഷന് വേണ്ടിയും യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്, അതിൻ്റെ ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ്, ഇതിനെല്ലാം കൂടി ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് PKCS ഒബ്ജക്റ്റ്. അപ്പോൾ ഈ PKCS ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ മെസ്സേജ് കണ്ടൻറ്റിനെ നമ്മളുടെ മൈം ഹെഡേഴ്സിനുള്ളിൽ റാപ്പ് ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത്. ഈ മൈം കണ്ടൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അതിൽ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ശരിക്കും സെക്യൂർ മൈം കണ്ടൻറ്റ് ടൈപ്സ് നമ്മളിവിടെ പറയുന്നത്. ഈ മൾട്ടി പാർട്ട് എന്ന് പറഞ്ഞ ടൈപ്പും ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടൈപ്പും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത് ഇത്രയും സബ് ടൈപ്സാണ് നമ്മൾ സെക്യൂർ മൈമിൽ ആഡ് ചെയ്തേക്കുന്നത്. ഒന്ന് സൈൻഡ് സബ് ടൈപ്പ്. സൈൻഡ് സബ് ടൈപ്പ് എന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ മെസ്സേജിനെ സൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ ആഡ് ചെയ്യുക. സോ ഇറ്റ്സ് എ ക്ലിയർ സൈൻ മെസ്സേജ് ഇൻ 2 പാർട്സ്. ക്ലിയർ സൈൻ മെസ്സേജ് ആണ്. ക്ലിയർ സൈൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്ന് മെസ്സേജും പിന്നെ ഒന്ന് സിഗ്നേച്ചറും. മെസ്സേജ് പ്ലസ് സിഗ്നേച്ചർ. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സബ് ടൈപ്സ് ആയിട്ട് 5 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സൈൻ ഡേറ്റ. ദാറ്റ് ഈസ് എ സൈൻ സെക്യൂർ മൈം എൻറ്റിറ്റി. അപ്പോൾ സൈൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു ആ ഹാഷിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സിഗ്നേച്ചർ ഫോം ചെയ്തിട്ടുള്ള സൈൻഡ് ആയിട്ടുള്ളൊരു ഡേറ്റ. ഇനി നെക്സ്റ്റ് ഇത് സബ് ടൈപ്സ് എല്ലാം, ഈ സബ് ടൈപ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ മൈം എൻറ്റിറ്റി സെക്യൂർ ആക്കാൻ വേണ്ടി എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ PKCS ഞാൻ നേരത്തെ പറഞ്ഞു, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് ഒബ്ജക്റ്റാണ് ഈ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതിനിപ്പോൾ 7 വേർഷൻ മൈം, അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് സൈൻ ഡേറ്റ, എൻവലപ്പ് ഡേറ്റ, ഡീജനറേറ്റ് സൈൻ ഡേറ്റ ആൻഡ് കംപ്രസ് ഡേറ്റ ആൻഡ് സൈൻ ഡേറ്റ. അപ്പോൾ സൈൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഹാഷ് ഫോം ചെയ്യുക, എന്നിട്ട് അതിന് സെൻറ്ററിന് പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സൈൻ ചെയ്യുക, സിഗ്നേച്ചർ ഫോം ചെയ്യുക. ഇനി നെക്സ്റ്റ് എൻവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിന് മീനിങ് എന്തായിരുന്നു? എൻക്രിപ്റ്റ് ചെയ്യുക. സോ ക്രിയേറ്റ് ആൻഡ് എൻക്രിപ്റ്റഡ് സെക്യൂർ മൈം എൻറ്റിറ്റി. ഇനി നെക്സ്റ്റ് ഇസ് ഡീജനറേറ്റ് സൈൻ ഡേറ്റ. അപ്പോൾ അതിൻ്റെ അകത്ത് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് മാത്രമുള്ള ഒരു എൻറ്റിറ്റി ആയിരിക്കും ഡീജനറേറ്റ് സൈൻ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് കംപ്രസ് ഡേറ്റ. അപ്പോൾ കംപ്രസ് ചെയ്തിട്ടുള്ള സെക്യൂർ മൈം എൻറ്റിറ്റി. ഇനി ലാസ്റ്റ് വൺ ഈസ് സൈൻ ഡേറ്റ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ മൾട്ടി പാർട്ട് മെസ്സേജ് ആണെങ്കിൽ, അല്ല ഇങ്ങനത്തെ ഈ ടൈപ്പുള്ള മെസ്സേജസ് ആണെങ്കിൽ അതിൻ്റെ ഈ സബ് പാർട്ടിൻ്റെ കണ്ടൻറ്റ് ടൈപ്സ് ആയിരിക്കും നമ്മൾ ഇതിനുള്ളിൽ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ സെക്യൂർ മൈം കണ്ടൻറ്റ് ടൈപ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മൈമിൻ്റെ കണ്ടൻറ്റ് ടൈപ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അഡീഷണലായിട്ട് ഇത്രയും സബ് ടൈപ്സ് കൂടി ആഡ് ആയി എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് നമ്മൾ സൈൻ ഡേറ്റ എൻറ്റിറ്റി അല്ലെങ്കിൽ എൻവലപ്പ് ഡേറ്റ എൻറ്റിറ്റി ക്രിയേറ്റ് വേണം, യൂസ് ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സൈൻ ഡേറ്റ മൈം എൻറ്റിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതുപോലെ എൻവലപ്പ് ഡേറ്റ എൻറ്റിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എൻവലപ്പ് ഡേറ്റ മൈം എൻറ്റിറ്റി ഫോം ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻവലപ്പ് ചെയ്യാമെന്നുള്ള പ്രോസസ്സ് എന്താണ്? എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ എൻക്രിപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് സെഷൻ കീ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സെഷൻ കീ ജനറേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ്. സോ ജനറേറ്റ് എ സ്യൂഡോ റാൻഡം സെഷൻ കീ ഫോർ എ പർട്ടിക്കുലർ സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം. ഇപ്പോൾ ഈ പറഞ്ഞെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെഷൻ കീ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഈ സെഷൻ കീ നമ്മൾ റിസീപ്പിയൻ്റ് എങ്ങനെയാണ് എത്തിക്കേണ്ടത്? എൻക്രിപ്റ്റ് ചെയ്താണ് എത്തിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ RSA ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിക്കാണ് പോകുന്നതെങ്കിൽ ബിയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് വേണം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ബിക്ക് സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ ഈച്ച് റെസിപ്പിയൻ എൻക്രിപ്റ്റ് ദ സെഷൻ കീ വിത്ത് ദ റെസിപ്പിയൻസ് പബ്ലിക് RSA കീ. അതായത് ബിയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് നമ്മൾ ഈ സെഷൻ കീനെ എൻക്രിപ്റ്റ് ചെയ്യാം. ഇനി ഓരോ റെസിപ്പിയൻ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ബ്ലോക്ക് കൂടി ഫോം ചെയ്യും. അതിന് നമ്മൾ റെസിപ്പിയൻറ്റ് ഇൻഫോ എന്നാണ് പറയുന്നത്. ഇനി റെസിപ്പിയൻറ്റ് ഇൻഫോനുള്ളിൽ മെയിനായിട്ടുള്ള കമ്പോണൻസ് നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഐഡൻറ്റിഫയർ, അതുപോലെ നമ്മൾ ഈ എൻക്രിപ്ഷന് വേണ്ടി സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച അൽഗോരിതം ഏതാണ്? RSA ആണ്. അപ്പോൾ ആ അൽഗോരിതത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡൻറ്റിഫയർ, ദാറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ ഓഫ് ദ അൽഗോരിതം യൂസ് ടു എൻക്രിപ്റ്റ് ദ സെഷൻ കീ, അതുപോലെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സെഷൻ കീ. അപ്പോൾ ഇത് മൂന്നുമാണ് റെസിപ്പിയൻ ഇൻഫോയിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ റിസീവറിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഐഡൻറ്റിഫയർ, പിന്നെ നമ്മൾ ആ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയർ, അതുപോലെ എൻക്രിപ്റ്റഡ് സെഷൻ കീ. ഇത് മൂന്നും കൂടെയുള്ള ഒരു ബ്ലോക്ക് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഫോം ചെയ്യുന്നുണ്ട്.
അപ്പോൾ സെഷൻ കീ ക്രിയേറ്റ് ചെയ്തു, സെഷൻ കീനെ നമുക്ക് റിസീവറിന് എത്തിക്കാൻ വേണ്ടി എൻക്രിപ്റ്റ് ചെയ്തു, പിന്നെ ഈ ബ്ലോക്ക് ഫോം ചെയ്തു. ഇനി സെഷൻ കീ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എൻക്രിപ്റ്റ് ദ മെസ്സേജ് കണ്ടന്റ് വിത്ത് ദ സെഷൻ കീ. അപ്പോൾ ഈ ഒരു ബ്ലോക്കും നമ്മളുടെ ഈ എൻക്രിപ്റ്റഡ് കണ്ടൻറ്റും ഇത് രണ്ടും കൂടെയാണ് നമ്മൾ എൻവലപ്പ് ഡേറ്റ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസിപ്പിയന്റ് ഇൻഫോ ബ്ലോക്സ് ഫോളോഡ് ബൈ ദ എൻക്രിപ്റ്റഡ് കണ്ടന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എൻവലപ്പ് ഡേറ്റ. അപ്പോൾ എൻവലപ്പ് ഡേറ്റ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം എന്ത് വരിക, റെസിപ്പിയന്റ് ഇൻഫോ എന്ന് പറഞ്ഞ ബ്ലോക്ക്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ 3 കമ്പോണൻസ് പറഞ്ഞായിരുന്നു. റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റിൻ്റെ ഐഡൻറ്റിഫയർ, പിന്നെ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയർ, പിന്നെ എൻക്രിപ്റ്റഡ് സെഷൻ കീ. അപ്പോൾ ഈ 3 കമ്പോണൻസ് ഉള്ള ഈ ബ്ലോക്കും അതിനെ ഫോളോ ചെയ്തിട്ട് നമ്മളുടെ എൻക്രിപ്റ്റഡ് മെസ്സേജും, ഇതിനെയാണ് നമ്മൾ എൻവലപ്പ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെ കമ്പൈൻഡ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എൻകോഡ് ചെയ്യും. ദാറ്റ് ഈസ് base64 ഉപയോഗിച്ച് എൻകോഡ് ചെയ്ത് ASCII ആക്കി മാറ്റും. എന്നിട്ട് റിസീവർ സൈഡിലെത്തി കഴിയുമ്പോൾ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ എൻകോഡിങ് തേച്ച് ഡീകോഡ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് സ്ട്രിപ്പ് ഓഫ് ദ base64 എൻകോഡിങ്. ഇനി അത് കഴിഞ്ഞ് ഈ എൻകോഡിങ് മാറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വേണ്ടത്, നമുക്കിവിടെ നമ്മുടെ ഡേറ്റ എൻക്രിപ്റ്റഡ് ആണ്, അതുപോലെ ഈ റെസിപ്പിയന്റ് ഇൻഫോ എന്ന് പറഞ്ഞ ബ്ലോക്കും അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയന്റ് ഇൻഫോ ബ്ലോക്ക് ഉപയോഗിച്ച് റിസീവറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെഷൻ കീ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണല്ലോ അതിൻ്റെ കൂടെ അയച്ചേക്കുന്നത്, അതിനെ ഡീക്രിപ്റ്റ് ചെയ്യേണ്ട ഏത് കീ ഉപയോഗിച്ചാണ് ആൾക്ക് ഈ റെസിപ്പിയന്റ് ഇൻഫോയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിപ്പിയന്റ് ഇൻഫോയിലുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്ത് റിസീവർ സ്വന്തം പ്രൈവറ്റ് കീ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് പബ്ലിക് കീയുടെ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പബ്ലിക് കീ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് കിട്ടിക്കഴിയുമ്പോൾ റിസീവറിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ചിങ് പ്രൈവറ്റ് കീ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആൾ സെഷൻ കീ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് റെസിപ്പിയൻസ് പ്രൈവറ്റ് കീ ഈസ് യൂസ് ടു റിക്കവർ ദ സെഷൻ കീ. റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ചായിരുന്നു നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിരുന്നത്, ആളതിൻ്റെ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുത്തു. ഇനി സെഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ ഈ എൻക്രിപ്റ്റഡ് മെസ്സേജിന് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഫൈനലി ദ മെസ്സേജ് കണ്ടന്റ് ഈസ് ഡീക്രിപ്റ്റഡ് വിത്ത് ദ സെഷൻ കീ. അപ്പോൾ ഇതാണ് എൻവലപ്പ് ഡേറ്റ മൈമെൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഈ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സൈൻ ഡേറ്റ മൈമെൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഏത് അൽഗോരിതമാണ് സിഗ്നേച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് സെലക്ട് എ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം, ഒന്നുകിൽ SH അല്ലെങ്കിൽ MD5 ഏത് അൽഗോരിതം ആണെന്നുള്ളത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ അൽഗോരിതം ഉപയോഗിച്ച് ഡൈജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് എ മെസ്സേജ് ഡൈജസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ടു ബി സൈൻ. ഇനി ഡൈജസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡൈജസ്റ്റ് പിന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ടല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, നമ്മളതിന് എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. സോ എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ് വിത്ത് ദ സൈനേഴ്സ് പ്രൈവറ്റ് കീ. അയക്കുന്ന ആൾ ആരാണോ ആളുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് അതിനെ എൻക്രിപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ബ്ലോക്ക് കൂടി ഫോം ചെയ്യാം. നമ്മൾ എൻവലപ്പ് ഡേറ്റ ഐഡൻറ്റിറ്റിയുടെ കേസിൽ റെസിപ്പിയന്റ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഫോം ചെയ്ത പോലെ തന്നെ ഇവിടെ സൈനർ ഇൻഫോ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഫോം ചെയ്യുന്നു. അതിനുള്ളിൽ സൈൻ ചെയ്യുന്ന ആളുടെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതുപോലെ നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം ഏതാണോ ഉപയോഗിച്ചത് അതിൻ്റെ ഐഡൻറ്റിഫയർ ഉണ്ടാവും. പിന്നെ ഈ ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതായിരുന്നു RSA ആണ്, ആൻ ഐഡൻറ്റിഫയർ ഓഫ് ദ അൽഗോരിതം യൂസ് ടു എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ്, പിന്നെ അതുപോലെ എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ്. അപ്പോൾ സൈനർ ഇൻഫോയിൽ 4 കമ്പോണൻസ് ആണുള്ളത്. സൈനറിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ ഡൈജസ്റ്റ് അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയർ, അതുപോലെ ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാനെടുത്ത അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയർ, പിന്നെ ലാസ്റ്റ് എൻക്രിപ്റ്റഡ് ഡൈജസ്റ്റ്. ഇനി നമ്മൾ ഈ സൈൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈനർ ഇൻഫോ എന്ന് പറഞ്ഞ ബ്ലോക്കും ഉണ്ടാവും. അത് കൂടാണ്ട് നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റിന് ഉപയോഗിച്ച അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയറും നമ്മൾ സൈൻ ചെയ്യുന്ന മെസ്സേജും അതിലുണ്ടാവും. ഇനി അതിൻ്റെ കൂടെ ഓപ്ഷണലി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് കൂടി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഇനി ഈ കമ്പോണൻസിനെ എല്ലാത്തിനെയും കൂടി ഇപ്പോൾ സൈൻ ഡേറ്റ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ കുറേ ബ്ലോക്സ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റിൻ്റെ അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയർ, അതായത് SH1 ആണോ MD5 ആണോ അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയർ, പിന്നെ നമ്മൾ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, പിന്നെ ആ സൈനർ ഇൻഫോ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക്, പിന്നെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്. ഈ എല്ലാ കമ്പോണൻസും കൂടി കമ്പൈൻഡ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, base64 ആയിട്ട് എൻകോഡ് ചെയ്ത് ASCII ആക്കി കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ റിസീവർ സൈഡിലെത്തുമ്പോൾ ഈ എൻകോഡിങ് സ്ട്രിപ്പ് ചെയ്യുക, ബാക്കിയുള്ള കമ്പോണൻസിനെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാം. സോ ദാറ്റ്സ് ഓൾ ഓഫ് സെക്യൂർ മൈം സൈൻ ഡേറ്റ എൻറ്റിറ്റി അല്ലെങ്കിൽ എൻവലപ്പ് ഡേറ്റ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്.